ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖലങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. 5 ദിവസം 6 ദിവസമായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ എന്താ കിടപ്പിലാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. ഷോർട്സ് പിന്നെ നമ്മളെ റിതുവേ മെല്ലെ താങ്ങി പിടിച്ചിക്കാണ്ട് നമ്മളെ സിറ്റ് ഔട്ടിൽ ഇവിടെ തിണ്ടുമ്പോൾ ഒന്ന് കൊന്ന് ഇരുത്തു കേട്ടോ. എന്നിട്ട് ഒരു സോങ് ഒക്കെ ഇടല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടൂല, നമ്മൾ ബാക്കിലായി പോകും കരുതിക്കാണ്ട് കേട്ടോ. പിന്നെന്താ, ആദ്യമായിട്ട് ആരെങ്കിലും റിഷ മൊയ്തു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി, ഒന്നും ലൈക്കും ചെയ്തോളി, ഷെയറും ചെയ്തോളി മാക്സിമം കേട്ടോ. പിന്നെ വെയ്യാതെ കിടപ്പിലാണ് കേട്ടോ. ഇത് കണ്ടോ തൊപ്പി പുതിയ ഐറ്റം കിട്ടിയതാ. അപ്പോൾ കാല് കുറേ കമൻറ്റ് ബോക്സിൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ പാത്തോ. അതുപോലെ ഇന്നലെ ഇന്നൊക്കെ വാട്സപ്പിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്തേ പറ്റി വെച്ച് കണ്ട് അല്ലേ. അപ്പം അതിൻ്റെ ഇടയിലൊന്ന് വീണ് പിന്നെ അത് കഴിഞ്ഞ് ഏട്ടത്തിനെയും കൊണ്ട് 2 ദിവസം ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് സുഖമില്ലായിട്ട് അവൾ പെട്ടെന്ന് ട്രെയിൻ കയറി പോന്നിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിക്കാൻ പോയി ഇവിടെ പെരിന്തൽമണ്ണ. അവിടെ ഡോക്ടർ അവർ വേറെ കാണിച്ചിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പോൾ ആ ഗുളിക കുടിച്ചിട്ട് അവൾക്ക് ഭയങ്കര നീരൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോഴേ എന്നാൽ ഓടി വാ ഇവിടുന്ന് ഇങ്ങനെ സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടറെ കാണിക്കാറുണ്ട് അങ്ങനെ അവൾ പോകുന്നതായിരുന്നു കേട്ടോ. പിന്നെ വന്നുകാണ്ട് പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയി ഡോക്ടറെ കാണിച്ച് ബസ് കാത്തുക്കായിരുന്നു. അപ്പോൾ ബസ് കാത്തുനിന്നപ്പോൾ ബസ് വരുന്നുണ്ടടി എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഓടിയത്. അപ്പോൾ അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, ആ കമ്പിമ്മ തട്ടിട്ടോ ഒന്ന്. പിന്നെ ആ കാലിൻ്റെ മടമ്പ് കേട്ടോ, അതങ്ങനെ ചെറുതായിട്ട് വേദനയും വീക്കൊക്കെ ഉണ്ടായി. പിന്നെ കോയമ്പൊക്കെ തേച്ച് കാക്കുക എന്നാൽ ഷോർട്സിൽ കണ്ടില്ലേ, അതൊക്കെ തേച്ച് കാണുമെന്നാണ് കെട്ടിത്തന്നു ജസ്റ്റ് ഒന്ന്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഞൊണ്ടി പൊട്ടലൊക്കെ ഉണ്ടായാൽ നമുക്ക് അറിയാലേ നല്ല വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നീറി പിടിച്ച വേദനയായിരുന്നു. അതങ്ങനെ 2 ദിവസം കോയമ്പൊക്കെ തേച്ച് കണ്ട് അങ്ങനെയാണ് മാറി. എന്നാലും റെഡി ആയിട്ട് വരുന്നുള്ളായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് ഇടണം പറഞ്ഞു ചെയ്തു, നമ്മളെ വ്യൂ ഒക്കെ കുറേ ഉണ്ട് പറഞ്ഞപ്പോൾ ക്യാമറ അവിടെ വെച്ച് കണ്ട് പിന്നെ ഞാൻ ഇരുന്ന് കണ്ടാണ് അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോസ് ആയിരുന്നു 2 ദിവസം മുന്നേ വന്നിരുന്നു. ലാസ്റ്റ് വന്ന വീഡിയോ അതല്ലേ, തമ്പനെയും കൂടി എഴുതിയിട്ടില്ല. അപ്പോൾ അതിനൊന്നും കൈയായിട്ടേനി. അപ്പം അതൊക്കെ എടുത്തുകാണ്ട് നമ്മൾ ഇരുന്ന് കാണ്ടില്ല നെരുപ്പിന് അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. നമുക്ക് കിടന്നാൽ നമുക്ക് കിടപ്പുറക്കൂല. ഒന്നാമത് സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ മിന്നും പൊന്നും ഭയങ്കര തല്ലൂടലായിരിക്കും. നമുക്ക് കിടന്നാൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ, പരാതിയായിരിക്കും. പിന്നെ കാക്കൂർ ഇതും ഷെയ്മോളൊക്കെ കുറേ എടുക്കും, അതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മാനെ കുളിപ്പിക്കാനൊന്നാണ് പോയി കുളിമുറിക്ക്. ആ കുളിമുറിയിൽ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ ഉമ്മാക്ക് ഉള്ളു കൊടുക്കണം പറഞ്ഞപ്പോഴേ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കാണുമ്പോൾ ഉള്ളു കൊടുക്കുകയാണ്. റോഡായിട്ടേ ഒച്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉമ്മ വീഴാൻ പോയപ്പോൾ ഉമ്മനെ താങ്ങി പിടിച്ചതാ. അപ്പം ഉമ്മ വീണു, അതിൻ്റെ കൂടെ ഞാനോട് വീണു. ഉമ്മൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചുമ്പോൾ ഉമ്മാണ് വീഴുമ്പോൾ നമ്മളിങ്ങോട്ട് ഊക്കിൽ വീഴൂലേ. അപ്പം എൻ്റെ ഈ വലത് മുട്ടുണ്ടല്ലോ, ആ മുട്ട് നന്നായിട്ട് തറയിലാണ് കുത്തി. ഞാനും കിടന്നു. അതിൽ പിന്നെ കാക്കു ഓടി വന്നു, ഉമ്മാനെ എടുത്തുകാണ്ട് അങ്ങോട്ട് ഇരുത്തി. ഉമ്മ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ മുട്ട് നല്ല കുത്തി. പിന്നെ എനിക്ക് എണീക്കാൻ വയ്യ, ബാത്റൂമിൽ എണീക്കാൻ വയ്യ. പിന്നെ കാക്കു എടുത്തുകാണ്ട് കൊണ്ടേക്കാണ്ട് ഒക്കെ വൃത്തിയാക്കി തന്നു. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി മുട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ ചിരട്ടൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടില്ല കേട്ടോ, അൽഹംദുലില്ലാ. പൊട്ടുണ്ടായാൽ പെട്ടൂലേ. എന്നാലും കയ്യും കാലും പൊട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സമാധാനിച്ചാൽ അതൊരു മാസം കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ടാൽ മാറും കരുതാം. ഈ മുട്ടിനൊക്കെ എന്തെങ്കിലും ചിരട്ടക്കൊക്കെ സൈഡിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാലാകാലം മാറൂല. അപ്പം ആ ഒരു പുളിപ്പ് വേദനയും ഒരു എല്ലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുമല്ലോ ഒരു പറഞ്ഞൊരു ഒച്ച, ആ ഒച്ചയൊക്കെ മുട്ടിനുണ്ട്. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ 2 നൂലുമ്മലാണല്ലോ ചിരട്ട നിൽക്കുന്നത്, കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട. അപ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടാണ്. അതിനെന്തെങ്കിലും ശ്രദ്ധയേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റെപ്പൊന്നും കയറരുത്, നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാൻഡേജ് കെട്ടിയിട്ടുണ്ട് വലത് കാലിന്. അപ്പോൾ മുട്ടല്ലേ ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് എടുത്തിട്ടില്ലാതെ ഇങ്ങനെ നടക്കുക. കൂടുതൽ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. ചിരട്ട തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പറഞ്ഞു ഡോക്ടർ പേടിപ്പിച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. റോഡിൻ്റെ വക്കായിട്ടേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കാഷ്വാലിറ്റിയിലായിരുന്നു പോയിരുന്നത് കേട്ടോ. ദീക്ക പോയിരുന്നത്.
ഹോസ്പിറ്റലിൽ എന്താ പറയുക രാത്രിയാണ് പോയിരുന്നത്. അപ്പോൾ അവിടുന്ന് ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു നോക്കിയിരുന്നത് ഫസ്റ്റ് കേട്ടോ. ഡ്യൂട്ടി ഡോക്ടർ നോക്കി കുഴപ്പമൊന്നുമില്ല. അവൻ പറഞ്ഞു ഈ വീണ ഊക്കൊണ്ട് അതിൻ്റെ ചിരട്ട ഭാഗം ഇങ്ങനെ ഇതായി നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലിൻ്റെ വലിയ ഡോക്ടറെയൊക്കെ കാണിച്ചു നോക്കി കേട്ടോ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് ഓടി നടന്ന് വീഡിയോസ് എടുക്കാൻ കഴിയണില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് മക്കളെ പെരിയിലെത്തി. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ കുറച്ച് ബൺസ് വിടാണ്ട്. അപ്പോൾ പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അതും കൂടി വിടാന്ന് കരുതി കാക്കുവിനോടും റിതുവിനോടും പറഞ്ഞു ഞാൻ കുറച്ച് ബൺസിൻ്റെ കട്ടിൽമക്ക് കൊടുന്നിട്ടേരി, അത് മുറിച്ച് ഞാൻ പാക്ക് ചെയ്തോളാറുന്നു. അങ്ങനെ കൊടുന്നിട്ട് ഈ കാലിങ്ങനെ നിർത്തി കിടക്കല്ലേ. അപ്പോൾ ബൺസ് അങ്ങനെ മുറിച്ചിണീൻ്റെ അടിയിൽ കൂടെ കജ്ജട് വെട്ടി ഉണ്ടോ വെല്ലിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇത് മുഴുവൻ മുറിച്ചിക്കണം കേട്ടോ. ഈ മടക്കൊന്നും ഇല്ല ഇപ്പോൾ. ഇവിടെ ഇങ്ങനെ മടക്കില്ലേ, അവിടെ നന്നായിട്ടാണ് മുറിഞ്ഞു പോകണം. കാരണം കണ്ടട് പറഞ്ഞു പോകണം, എല്ല് കാണുന്നുണ്ട്. അതിൽ പിന്നെ എടുത്തു കൊണ്ടുപോയി ഡോക്ടർ ഇവിടെ ക്ലിനിക്ക് കൊണ്ടുപോയിക്കാണ്ട് ഇഞ്ചക്ഷൻ അടിച്ചു. ഇപ്പോൾ വലത് കയ്യിന് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വലത് കയ്യും വയ്യ, ഇടത് കയ്യിന് ഒരു പിന്നെ മുറിയൊക്കെ വെച്ച് ഓൽമെൻ്റൊക്കെ വെച്ച് ക്ലീൻ ആക്കിക്കാണ്ട് കെട്ടി തന്നു കേട്ടോ. പിന്നെ ഗുളിക എഴുതി തന്നു ഡോക്ടർ പെട്ടെന്ന് ഉണങ്ങാൻ. അപ്പോൾ വലത് കാലിൻ്റെ മുട്ടിനും വയ്യ, ഇടത് കാലിൻ്റെ പള്ളക്കും വയ്യ. അവിടെ നിന്ന് കുത്തിയില്ല ഫസ്റ്റ് ഇടത്തിന് കൊണ്ടുപോയപ്പോൾ അവൻ വയ്യ. പിന്നെ ഇത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കുക. അതിന് 2 ദിവസം മുന്നേ വേറെ രസം ഉണ്ടായി. റാക്കുമ്മൽ നമ്മൾ ഇത് ഇസ്തിരി ഇട്ട് കണ്ട് വെച്ചിരിക്കായിരുന്നു കേട്ടോ, ഇസ്തിരിപ്പെട്ടി. അപ്പോൾ ഞാൻ കുട്ടീൻ്റെ പാമ്പേഴ്സ് എടുക്കാൻ പോയതാണ്. അതിൻ്റെ മുകളിൽ പാമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇസ്തിരിപ്പെട്ടി വെച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഇസ്തിരി ഇടുന്ന ഇസ്തിരിപ്പെട്ടി പാമ്പേഴ്സ് ഇങ്ങനെ വലിച്ചതാണ്. അപ്പോൾ ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ കയ്യുമ്മക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂർപ്പ് അവിടെ ഇങ്ങനെ മുയച്ചിരുന്നു കേട്ടോ. ഞാൻ പൊട്ടിയായിരുന്നു. പടച്ചോനെ എവിടെയൊക്കെ വലിയ കാവൽ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒരു ദുആയിരിക്കും. ഈച്ചൻ്റെ കാലം മക്കളെ, ഞങ്ങളോടെയൊക്കെ ഉണ്ട് ഈച്ച, നിറച്ച് ഈച്ച. ഈറടിച്ച ഈച്ചനെ കണ്ടിട്ട്. ഒന്നാമത് നമുക്ക് തടി കൊണ്ട് വെച്ച നമുക്ക് ഒന്നും ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നിനും വയ്യ, ഒരു കുളിക്കാനും കൂടി വയ്യെങ്കിൽ വീട് ഇങ്ങനെ ചീഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ. കാക്കും ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണ ചോദിച്ചുകൊണ്ട്. തടി കൊണ്ട് കഴിയാൻ നമുക്ക് ഈറടിച്ചു. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യാഞ്ഞാൽ അത് വെടുപ്പാവൂല. കാക്കുനെ കൊണ്ട് കഴിയണ പോലെ ചെയ്യും കേട്ടോ. രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഷെയ്മോളോട് ഇപ്പോൾ ഞാൻ തൽക്കാലം ലേസം രാവിലെ എന്തേലും ഓള് രാവിലെ എണീക്കും, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാണ്ട് ഓളും കൊണ്ടുപോകും. പിന്നെ രാവിലെ ചായക്കടി എന്തെങ്കിലും അവലോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെക്കും. രാവിലത്തൊക്കെ അങ്ങനെ പോട്ടെ കുറച്ച് ദിവസം ഒന്ന് കരുതിക്കാണ്ടേ. പിന്നെ ഉച്ചക്കൊക്കെ കാക്കു ചോറുണ്ടാക്കിയേക്കണ്, അങ്ങനെ മീനുണ്ടാക്കിയേക്കണ്, പപ്പടത്താളിപ്പൊക്കെ കാക്കു ഉണ്ടാക്കിയേക്കണ് കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഓല് ചെയ്യും. അകം തുടക്കൽ ഒക്കെ ചെയ്യും, കാക്കു ചെയ്യും. അല്ലെങ്കിൽ ഷെയ്മോള് സ്കൂളിലിട്ട് വന്നിട്ട് അകമൊക്കെ തുടച്ച് വൃത്തിയാക്കും കേട്ടോ. ഇന്ന് പറയും ഇത് ഒക്കെ തുടച്ച് വൃത്തിയാക്കി തന്നു. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ എന്നാലൊരു മനസ്സമാധാനമില്ല. കാക്കുവിനോട് ഞാൻ പറയും ഈ കട്ടൊക്കെ ഒന്ന് കയ്യുമത്തും കാലുമത്തൊക്കെ ഒന്ന് കഴിച്ചായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. പൊട്ടൊന്നുമില്ലല്ലോ. പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. പിന്നെ എന്താണെന്നോ കാലിൻ്റെ മുട്ടിന് പറ്റിയതാണ് വലിയ ഒരു ഇത്. നമുക്ക് കൈ പൊട്ടിയതാണെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റർ ഇട്ടാലൊക്കെ 1 മാസം കൊണ്ട് മാറുമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ മാറൂല. ഡോക്ടറെ കാലാകാലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് കൂരക്കും മുട്ടിനൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ. പിന്നെന്താ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പം എണ്ണ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റിതുവാ അവനെ വിളിച്ചിട്ട് കേൾക്കണില്ല. ഓണ്ട് കേട്ടോ ഇവിടെ. അവന് ജലദോഷം പിടിച്ച് ആ എണ്ണൻ്റെ കുപ്പി എടുത്തോടുന്നതിൻ്റെ മുകളിലുണ്ട് മമ്മ കിടക്കണോടത്ത്. ആ ശബ്ദം കുറക്ക്. അവന് പോയിട്ടില്ല. അവന് ജലദോഷം പിടിച്ചിട്ട് കണ്ണൊക്കെ വീങ്ങിക്കണം, കണ്ണമ്മലൊക്കെ കൂരുണ്ടായിട്ട്. അപ്പോൾ ഒന്നും പോയിട്ടില്ല. നമുക്കൊക്കെപ്പാടെ കണ്ടിട്ടേ അതിൻ്റെ ശബ്ദം കേൾക്കും. പിന്നെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുപ്പിയുള്ളൂ ബാക്കി കേട്ടോ. ഈ ഒരു കുപ്പി ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. കൂടുതലായിട്ട് 200 ml പോവല്. ഞാനങ്ങനെ എല്ലാവരോടൊന്നും 500 എടുക്കാൻ പറയില്ല. 200ൻ്റെ കുപ്പി എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 500ൻ്റെ കുപ്പി വാങ്ങിയാൽ മതി ഇനി പറയല. 500ൻ്റെ കുപ്പി കൂടുതലായിട്ട് പോണത് നമ്മളുടെ അടുത്ത് നിന്ന് സ്ഥിരം വാങ്ങണ കസ്റ്റമറാട്ടോ. അവർ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ കൂടുതൽ വരെ വീട്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കണം കേട്ടോ. നമ്മളെ എണ്ണയാണ്, അടിപൊളി എണ്ണ കേട്ടോ. നമ്മളെ
എന്തിനില്ലാന്നായിരിക്കും ആദ്യമായിട്ട് കാണുന്നവർക്കില്ലേ, നമ്മളെ മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന്, അതേപോലെ മുടി അടിപൊളിയായി വളരാൻ, മുടിൻ്റെ തുമ്പിലൊക്കെ പൊട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് മാറും കേട്ടോ. നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്തായാലും നിങ്ങളൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് കുപ്പിയാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ നമുക്ക് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആളുകളങ്ങനെ വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് ഉണ്ടാക്കി വെക്കല. ഇന്നിപ്പോൾ ഞാൻ ഏതായാലും റിതുൻ ഓലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറയാം കുറച്ച് എണ്ണ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. ഇനി നമ്പർ ഇല്ലയെന്ന് കരുതി പേടിച്ചൊന്നും വേണ്ട. റിഷാമോ ഇത് ചാനൽ നമ്മളെ ചാനലാണ്, നിങ്ങൾക്ക് അറിയില്ലേ. അതിലെല്ലാ വീഡിയോസിനും ഷോർട്സിലൊക്കെ ചിലതിലൊക്കെ ഉണ്ടാവും നമ്മളെ നമ്പർ. അതിക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ളൊരു പരാതിയും പറയണ്ട. നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ടോണ്ടി, ഞാൻ ഒഴിവോടുക്കൽ മെസ്സേജ് ഇടാം. കാരണം എപ്പോഴും നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഒന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെയൊക്കെ ഒരുപാട് ആൾ വിളിച്ചിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ എടുക്കും. പിന്നെ ഞാൻ മനം കൊണ്ട് ബാത്റൂമിൽ പോയണ തിരക്കിലായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് എടുക്കാൻ കഴിയൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എത്ര വയ്യാതായാലും നമ്മൾ ചെയ്യണം. അതൊന്നും ഇപ്പോൾ കാക്കൂനെ ഏൽപ്പിച്ചാൻ പറ്റൂലല്ലോ. അപ്പം അമ്മ അവിടെ ഇരിക്കും. അമ്മക്ക് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പാർന്നു കൊടുക്കും, അമ്മ കുളിക്കും. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകണം. അപ്പം ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളി. അടിപൊളി ഓയിലാണ്. ഒരുപാട് കസ്റ്റമർ ഉണ്ട്. നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളടുത്തുനിന്ന് ഒരട്ടം വാങ്ങി ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്ഥിരം കസ്റ്റമർ. പിന്നെ പറയാനുള്ളത്, ഉമ്മമാർക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. ഇതിലൊരു ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഉമ്മമാർ കുറേ ആൾ എനിക്ക് വിളിക്കലുണ്ട്, ഉറക്കം കമ്മിക്ക് വിളിക്കലുണ്ട്. ഈ മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ പറയലുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി കൂട്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഈ ഉറക്ക കമ്മിക്കൊക്കെ. അതെഴുതി കണ്ട് ഇനി നിങ്ങൾ ഉപയോഗിച്ച് എഴുതി ഉറക്കം കൂടുകയൊന്നുമില്ല കേട്ടോ. ഉറക്കം ഇല്ലാത്തവർക്ക് അത് ഫലിക്കുള്ളൂ, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. നോർമൽ തന്നെയായിരുന്നു. ഞാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ് കേട്ടോ. ഞാനെൻ്റെ കുട്ടികളൊക്കെ, എനിക്ക് കുറേ ഇപ്പം തലവേദന കുറേ ആയിട്ട് ഉണ്ടാവലില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്നും ഉണ്ടാവും, വലിയ ദമ്മൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആയിട്ട് ഇന്നാളിപ്പോൾ ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് ഉണ്ടായി എന്നല്ലാതെ. അപ്പോൾ നമ്മളെ ഈ എണ്ണൻ്റെ പവർ തന്നെ കേട്ടോ. ഇപ്രാവശ്യം ഏട്ടത്തി വന്നപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു എന്നോട്, എനിക്കൊരു കുപ്പി എടുത്തൊക്കെ വേണ്ടിയിട്ടിടിയിരുന്നു. ഓള് തലയിൽ ഇങ്ങനെ കുരു നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് വയ്യാത്ത നിങ്ങൾക്ക് അറിയണമല്ലേ. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് തലയിലൊക്കെ നാച്ചുറലാണ്. അപ്പോൾ വിശ്വസിച്ച് ഉപയോഗിച്ചും ചെയ്യാമല്ലോ, കെമിക്കൽ ഇല്ലയെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അവൾ എനിക്കൊരു ബോട്ടിൽ തേച്ചിട്ട് അവൾക്ക് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. കാരണം ഈ ചൊറിയും ചിരങ്ങൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞുകുട്ടികളെ തലയിൽ. അപ്പോൾ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അതുപോലെ തലയിലൊക്കെ ഉണ്ടാവും അല്ലേ, നിറച്ചും മുറിവും ഇതൊക്കെ. അതിനൊക്കെ അല്ലേ അടിപൊളി ഓയിലാട്ടോ. 200 ml സ്റ്റാർട്ടിങ് ഉണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. ഇന്നെന്തായാലും എണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അന്നാൾ ഞാൻ പറഞ്ഞില്ല, അതേപോലെ കുറച്ചും കൂടി ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ ഒരു വെക്കാൻ പറയലുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് നമ്മളങ്ങനെ വെച്ചും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ വല്ലാതെ എനിക്കിത് കൊണ്ടേ കൊടുക്കാനും ഇതിനൊക്കെ ഗതിയാണ്. പിന്നെ ഞാൻ ഷിപ്പിംഗാണ് കൂടുതലായിട്ട് ചെയ്യൽ കേട്ടോ. പിന്നെ ബൺ മെറ്റീരിയൽസും ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. ബൺ മെറ്റീരിയൽസ് 1/4 കിലോനൊക്കെ എടുത്തുകൊണ്ട് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ നോക്കിയേ. കൂടുതലായിട്ട് ഞാൻ ആരും എടുപ്പിക്കലില്ല, ഒരു കാര്യമായിരിക്കും. ഒന്നാമത് ഞാൻ ഫാമിലി വ്ളോഗ് ചെയ്യണമാണ് മുഖം കാണിച്ച്. ഈ ബൺസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യണുണ്ട് അല്ലേ, ഒരുപാട് ഇങ്ങനെ ചെയ്യണുണ്ട്. 1/4 കിലോന് 1/2 കിലോ വെച്ച് കൊടുത്തുകാണ്ട്. ആരും മുഖം കാണിച്ചു കാണ്ട് അങ്ങനെ വല്ലാതെ ചെയ്യലില്ല. അപ്പം മുഖം കാണിച്ചു കാണ്ട് ചെയ്യണോണ്ട് തന്നെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കലുണ്ട്. ഒന്നുകിൽ 1/4 കിലോനോ 1/2 kg എടുത്താൽ മതി. മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത കൂടുതൽ എടുക്കുമ്പോൾ തന്നെ റേറ്റ് കമ്മി വരിക. ഞാൻ 1/4 കിലോനോ 1/2 kg എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഫസ്റ്റ് ടൈം നോക്കണം. കഴിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ലാഭം കിട്ടുക. കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചീഞ്ഞ് വലിച്ചെറിയൊന്നും വേണ്ടല്ലോ, നമ്മളെ മക്കൾക്ക് ഉപയോഗിച്ചൂടെ, അമ്മക്ക് ഉപയോഗിച്ചൂടെ. അപ്പോൾ അടിപൊളി സാധനമാണ്. ഈ പ്രാവശ്യം വന്ന ബൺ മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസാണ്. കൂടുതൽ ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരം വാങ്ങുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, ബൺ മെറ്റീരിയൽസിനും ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി. പെരയിൽ വെറുതെ അന്തം വിട്ട് നിൽക്കണ്ട. അപ്പം ഞാനായാലും ഇപ്പം കണ്ടോ, ഈ കാലും കിടന്നു, ഈ കയ്യും കിടന്നു, ഇപ്പം ഇതും കയറുന്നു. നമുക്ക് വീട്ടിലിരുന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വരുമാനം അത്ര പ്രതീക്ഷിച്ചാൽ മതി. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെ അത് ആലോചിച്ചാൽ അറിയാലോ, മുടിമിടണ ബണ്ണല്ലേ, അതിന്മേൽ വലിയ പ്രതീക്ഷയിൽ പോകണ്ട. നമുക്ക് 5-10 എക്സ്ട്രാ അതിൽ ലാഭം കിട്ടും. അതുകൊണ്ട് ഇറച്ചിയോ മീനോ വാങ്ങാം, അത്രേ ഉള്ളൂ. ഈ വണ്ടീൻ്റെ ഒച്ചോണ്ടേ
പിന്നെ അതേപോലെ നമ്മളെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ 5-10 ഉറുപ്പ്യ ബസ്സിനൂലിയൊക്കെ കൊടുക്കാന്നല്ലാതെ വലിയ ബംഗ്ലാവ് കയറ്റാന്നൊന്നും ഞാൻ ആരോടും ഒരു വാഗ്ദാനവും കൊടുക്കലില്ല. അപ്പോൾ ഒരു ചെറിയ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ. പിന്നെ ബ്ലോഗൊക്കെ കുറച്ച് മാക്സിമം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. കഴിയുന്ന രീതിയിൽ ഇരുന്ന് കണ്ടേക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പറയായിരിക്കും. പിന്നെ എന്താ വീഡിയോസ് ആയിട്ട് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, നിങ്ങൾക്ക് അറിയണതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കാക്കൊക്കെ തന്നെയാണ് അടുക്കളയിലൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാനങ്ങനെ റെസ്റ്റിൽ അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ വല്ലാതെ വീഡിയോസ് വരില്ല. വരുന്ന വീഡിയോസ് എല്ലാവരും ലൈക്കുമ ഇതുകൊണ്ടൊന്നാണ് തൊട്ടാളെ ലൈക്കുമ തൊട്ടുകാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് തരുന്നുണ്ട്. മാക്സിമം ഷെയറും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കജൂലായിരുന്നിക്കാണ്ട് നിങ്ങൾ അന്തം വിട്ട് കണ്ട അറിയണവർക്ക്, നമ്മളെ അറിയണ ആളുകൾ ഒരുപാട് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസക്ക് തുടങ്ങാനുള്ളൊരു വരുമാന മാർഗം അല്ലേ, ചെറിയ പൈസക്ക്. നമ്മളെ അടുത്തൊന്നും കൂടുതൽ 10,000-5,000 ഒന്നും ചിലവാക്കിയാണ്ട് നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ അത് നല്ല രസമാണല്ലോ, ബണ്ണൊക്കെ മുറിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു നേരം പോക്കുമാണ് ഒക്കെ. പിന്നെ ഉണ്ടോ, ഞാനൊരു ക്യാമറയും കൊണ്ട് വന്നാൽ വണ്ടിയോട് വണ്ടിയാരം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ഒച്ചയും പൊളിയും റോഡിൻ്റെ വാക്കല്ലേ. പിന്നെ ഷോർട്സുകളൊക്കെ മാക്സിമം ഇടുന്നുണ്ട്. ഷോർട്സുകൾ സ്റ്റോറികളൊക്കെ ഇടാന്ന് പറയുന്നുണ്ട് റീതുട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ, ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു ഏണിങ്സ് കാര്യമായിട്ട് കിട്ടണതാണല്ലോ. അപ്പോൾ അത് കിട്ടാതെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. അപ്പോൾ റീതു അങ്ങനെ പറയണമെങ്കിൽ ബേജാറാണ്ട, നമുക്ക് ഷോർട്സ് മാക്സിമം ഇടാം. അപ്പം തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. നമുക്ക് വെയ്യാത്ത നേരത്തെ വീഡിയോസ് ഇട്ടില്ലായിരുന്നു നിങ്ങൾ ബേജാറാണ്ടമ്മ, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാറുണ്ട്. അപ്പോൾ അല്ലാതെ നല്ല പ്രചോദനം തരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ. നമ്മളെ പേഴ്സണലായി വിളിക്കണ കുറേ ആളുകളുണ്ട്. എൻ്റെ ഇത്തമാരും ചേച്ചിമാരൊക്കെ, എനിക്ക് ചേട്ടന്മാരും സൗദിയിൽ നിന്നൊക്കെ കേട്ടോ, അവരൊക്കെ മെസ്സേജ് വിടലുണ്ട്. 2 ദിവസം വീഡിയോസ് കാണാൻ എന്താ പുറത്തോ പറ്റിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഓലോട് ഞാൻ പറയലുണ്ട്. പിന്നെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയണ വ്യക്തികളുണ്ട് നമ്മളെ ഇത്തമാരൊക്കെ. ഓലോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ അറിയാം. അപ്പോൾ നല്ല സപ്പോർട്ട് തരലുണ്ട്. ഈ പേടിച്ചൊന്നും വേണ്ട, ധൈര്യത്തിലൊന്നും ഒക്കെ റെഡി ആയിക്കോളും, തവക്കൽത്തും അല്ല അല്ലേ. അപ്പോൾ മാക്സിമം ഷോർട്സ് ഇടുക, പിന്നെ വീഡിയോസ് വെക്കുമ്പോൾ ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വാച്ച് ചെയ്ത് തരുമോ? ഇനിയിപ്പോൾ എത്താല്ലേ ഈച്ച, പൊന്നാര മക്കളെ, ഈച്ചങ്ങൾ നീച്ച് വരുമ്പോൾ ദേഷ്യം വരും. ഇതൊക്കെ പാടങ്ങനെ ചീഞ്ഞ് കിടക്കല്ലേ. അവിടെ കുറേ ഈച്ചാള്, ഇവിടെ കുറേ ഈച്ചാള്. അപ്പം തിന്നുകാണ്ട് പയന്തോലി അവിടെ ഇട്ടക്കും, അപ്പം മുറിച്ച് കണ്ട് മറ്റോള് മിന്നുമ്മ അവിടെ ഇട്ടക്കും. ഡ്രസ്സ് ആ മൂലക്കലുണ്ടാവും. മറ്റേ അമ്മക്ക് വെയിജെങ്കിലും നമ്മളാക്കെടുത്ത് കാണ്ട് പാക്ക് ചെയ്ത് കാണ്ടൊക്കെ വെക്കും, എല്ലാം റെഡിയാക്കിയാണ്ട് വെക്കും. അത് ഓല് സ്കൂൾക്കണ്ട് പറഞ്ഞയച്ചാൽ അമ്മക്ക് എന്താ പണി? അര മുറുക്കി കെട്ടി മുടിയൊക്കെ ബാക്കൊക്കെ പിടിച്ച് കെട്ടി മാക്സിയാണ് കുത്തിക്കാണ്ട് അങ്ങോട്ട് തുടങ്ങും. പാത്രം മോറലും ചോറും കൊണ്ട് വെച്ചിട്ട് പിന്നെ അടിച്ചലും തുടക്കലും തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ അപ്പോൾ ആ ക്യാമറ അവിടെ വെക്കും. അല്ലെങ്കിൽ റിതു പിടിച്ചും കാക്കു ക്യാമറ പിടിച്ചും അങ്ങനെയൊക്കെ അവിടെ കാട്ടി കൂട്ടല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിതു എഡിറ്റ് ചെയ്യും, ഞാൻ വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് പോവലായിരുന്നു അറിയാം. അപ്പം അങ്ങോട്ട് ആകെ താളം തെറ്റി. പിന്നെ കൈ കുറച്ച് ഒരു 2 ദിവസം കെട്ടിയാൽ മതി, കഴിഞ്ഞിട്ട് എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓയിൽമെൻറ്റ് കയറ്റിയാൽ മതി പറഞ്ഞിട്ട് ഓയിൽമെൻറ്റ് പരത്തിയാൽ മതി. ഓയിൽമെൻറ്റ് എഴുതി തന്നോണം, മരുന്നും എഴുതി തന്നോണം. അത് ഇവിടെ അങ്ങനെ ഒരു കഷ്ണം ഒന്നായിട്ടിവിടെ പോയി, എല്ലിങ്ങനെ കാണുന്നുണ്ട്, ഒരു വെള്ള. അത് കണ്ടിട്ട് തന്നെ വെച്ചാൽ തല പിന്നെ നല്ല കഷ്ടകാലം അല്ല ഒന്നല്ല, നമ്മളെ ശ്രദ്ധാക്കുറവ് അത്ര കരുതിയാൽ മതില്ലേ. അമ്മ ഓക്കെയാണ് കേട്ടോ, അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് ഇങ്ങനെ ചെറിയൊരു ഒരു പഴയൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ഒരു ചെന്നി പോലെ പറയില്ലേ, സ്ഥിരബോധമില്ലാതെ വർത്താനം പറയൽ തുടങ്ങിയിരിക്കണം. ഇന്നലെ ഏട്ടത്തിക്കൊക്കെ വിളിച്ചു കാണി ഞാൻ വീഡിയോ കോളിലൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. ഏട്ടത്തിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴപ്പോൾ അവിടെ പോയത്, ഓൾ അവിടുത്തെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ശരിയാവും ഇൻഷാ അല്ലാ. പിന്നെന്താ, എണ്ണ വണ്ടിയോല് പെട്ടെന്ന് വിളിച്ചോളി. നമ്മൾ അടിപൊളി മൈഗ്രെയിന്, മുടി കൊഴിച്ചിൽ, താരന് അടിപൊളി ഓയിലാണ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി വെക്കലില്ല, വെച്ചിട്ട് ഞാൻ ഷോർട്സ് ഇടലില്ല, നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്സ് ഇനിയിപ്പോൾ വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സുമാരൊക്കെ വാങ്ങും. അപ്പം നമ്മൾ ഉണ്ടാക്കും. ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാക്കണം കരുതിക്കണ്. അപ്പോൾ കടയിലേക്ക് ഒരു 10 കുപ്പി ഓർഡർ ചെയ്ത് നിൽക്കണ്. അപ്പോൾ ചെറുതായിട്ട് പിച്ച വെച്ച് കയറണുള്ളൂ കേട്ടോ, പടി കയറണുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളെ തലയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ.
നമ്മളെ സ്കൂളിൽ പോണ കുട്ടികളെ തലയിലൊക്കെ മണത്തിട്ട് വെക്കൂല ഈ മുടിയും പേനൊക്കെ ഉണ്ടായിട്ട്. പേന് മാറുമോ, പേന് പോവോ താത്താ ചോദിച്ചലുണ്ട്. നമ്മളെ ചൂസിൻ്റെ തലയിലൊന്നും പേനില്ല കേട്ടോ. ഒന്നാമത് ഈ സാധനം സ്ഥിരം ഉപയോഗിക്കണോണ്ട് തന്നെ അതിൻ്റെ ആ സ്മെല്ല് കിട്ടുമ്പോൾ പേന് വല്ലാതെ വരലില്ല. പിന്നെ പേന് പോവുക വെച്ചാൽ പേന് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കെമിക്കൽ ഉപയോഗിക്കണം, എന്നാലേ പേന് ചാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ വാർന്നെടുക്കണം അല്ലേ. അപ്പം ഞാൻ എന്താ പറയല്, ഇതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ പേനുകൾ ഒഴിഞ്ഞു പോകും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഡെയിലി വാർന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഈ എണ്ണ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ തലയിലെ പേനും ഈരും പോകും. ഞാൻ വേണമെങ്കിൽ നമ്മളെ ഇച്ചുവിൻ്റെ തല ഒന്നും കാണിച്ചു തരണ്ട കേട്ടോ. അത്ര വൃത്തിക്കുണ്ടോളം മുടിയൊക്കെ നല്ല ഭംഗിയുള്ള മുടിയാണ്. ഒന്നാമത് ഈ എണ്ണയും കൂടി തേച്ചിട്ട് എണ്ണക്കൊക്കെ ഒരു നല്ലൊരു കട്ടിപ്പുണ്ട്. പിന്നെന്താ, പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.